പൊന്നാനിയുടെ സമഗ്ര വികസനത്തിന് കരുത്തേകി കേരള ബജറ്റ്. അടിസ്ഥാന സൗകര്യ വികസനം, കൃഷി, മത്സ്യബന്ധനം, തുറമുഖം, ടൂറിസം എന്നീ മേഖലകളിൽ മികച്ച പരിഗണനയാണ് മണ്ഡലത്തിന് ലഭിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികളിൽ വന്ധ്യതാ ക്ലിനിക്കും അതിനുവേണ്ടിയുള്ള ആധുനിക ലബോറട്ടറിയും സ്ഥാപിക്കുന്നതിന് 8 കോടി, താലൂക്ക് ആസ്ഥാന ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് 13.98 കോടി, പൊന്നാനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഉൾപ്പെടെ പ്രസവം നടക്കുന്ന ആശുപത്രികൾ ബോൺ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് 2.40 കോടി, കോൾ മേഖലയടക്കം കാർഷിക പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 727.40 കോടി എന്നിവയും അനുവദിച്ചു. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പുതിയിരുത്തി പാലം നിർമ്മാണവും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനുമായി 5 കോടി, പൊന്നാനി ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 2.5 കോടി, വളയംകുളം PWD റെസ്റ്റ് ഹൌസ് നവീകരണവും ടേക്ക് എ ബ്രേക്ക് സംവിധാനം ആരംഭിക്കുന്നതിനും 1 കോടി, പുനർഗേഹം ഭവന സമുച്ചയത്തിന് ചുറ്റുമതിൽ നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും 1 കോടി, ഈഴുവത്തുരുത്തി വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിട നിർമ്മാണത്തിന് 50 ലക്ഷം, പെരുമ്പടപ്പ് വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിട നിർമ്മാണത്തിന് 50 ലക്ഷം, വെളിയങ്കോട് പഞ്ചായത്തിലെ കോതമുക്ക് കോളാട്ടുകുളം നവീകരണവും പാർക്ക് നവീകരണത്തിനുമായി 50 ലക്ഷം, പൊന്നാനി ഉൾപ്പെടെയുള്ള 6 മൈനർ തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 65 കോടിയും, കനോലി കനാൽ അടക്കം ബന്ധപ്പെടുത്തിയുള്ള ഉൾനാടൻ ജലഗതാഗതത്തിന് 133 കോടി രൂപയും, പൊന്നാനി ഉൾപ്പെടുന്ന നോൺ മേജർ തുറമുഖങ്ങൾക്കും ലൈറ്റ് ഹൌസുകളുടെ വികസനത്തിനും കപ്പൽ ഗതാഗതത്തിനുമായി 93.72 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.